അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. രാവിലെ നേരത്തെ നീറ്റ് കുളിച്ചിട്ട് നമ്മൾ വൈക്കത്തൂര് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട്. ഇന്ന് അവിടെ പൂരാണ് കേട്ടോ. 6 ദിവസത്തെ ഒരു പരിപാടിയായിരുന്നു. ഓരോ ദിവസം ഓരോ പരിപാടി, സ്റ്റേജ് പരിപാടി, ഒരു പരിപാടി എന്നല്ല, ഒരുപാട് പരിപാടികൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ അന്നൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. ഇന്നിപ്പോൾ ലാസ്റ്റ് ഇന്നിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് പോയിട്ട് തൊഴാന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. ഇന്ന് വൈകിട്ട് നമുക്ക് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോകണം. രാവിലെ പോയി തൊഴുത് വന്നു. അവിടുന്ന് ചായ കുടിച്ചു, ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു. അതൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടേ, നിങ്ങൾ കയറി കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങാം. അപ്പം ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിരുന്നപ്പോൾ കണ്ണൻകുട്ടി പറഞ്ഞാൽ നമുക്ക് മന്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് റൈസ്, 1/2 കിലോ റൈസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ബിരിയാണീനേക്കാളും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കാം. ചിക്കൻ ഞാൻ കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് മസാലയൊക്കെ പൊറിച്ച് റെഡിയാക്കി പെട്ടെന്നൊരു മന്തി ഉണ്ടാക്കാം. അതിലേക്ക് മയോണൈസ് ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് വൈകുന്നേരം പൂരം കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടും മറക്കരുത്. അപ്പോൾ ഇതെല്ലാം ആയില്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനിൽ മസാല പുരട്ടി വയ്ക്കാം. എന്നിട്ട് റൈസ് ഉണ്ടാക്കാൻ നിൽക്കാം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇതങ്ങോട്ട് മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിക്കോളും. ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതിൽ നമ്മൾ മുന്നേ നാരങ്ങ വീണു പോയോ കഴുക ഇത് കളിക്കട്ടെ. ഇന്ന് ഒരു ക്യൂബ് എടുക്കാം കേട്ടോ. ഒരു മാഗി ക്യൂബ് നമ്മൾക്ക് മുന്നേ എടുത്തതുണ്ടായിരുന്നു. ഇപ്പം 2 മാഗി ക്യൂബും ഇടണം. വേണ്ടി തരുമോ? ഇരുന്നോട്ടല്ലേ, അധികം ചിക്കനൊന്നുമില്ല. എന്തായാലും 2 എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 3 ഏലക്കായ, കുറച്ച് ഒരു 2-3-4 പട്ട, ഗ്രാമ്പു ഒരു 3-5-6, കുറച്ച് കുരുമുളക് മണി, ഇത്രയും കുരുമുളക് മണി. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതില് മന്തി മസാല പൊട്ടിച്ചിട്ട് നമുക്ക് മൊത്തം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതില്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി, സീനൊന്നുമില്ല. അപ്പം അതുള്ളതുകൊണ്ട് നമ്മൾ ഇതിട്ട് കൊടുത്തു. ഈ പാക്കറ്റിലുള്ളത് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടിച്ചാൽ ഇത്തിരി കളർ, ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ കളർ ചേർത്തൊന്നും വേണ്ട. കുഞ്ഞു കുട്ടികൾക്ക് മന്തി കൊടുക്കണ്ട എനിക്കതും, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇത്തിരി കളർ കൊടുത്തു. ഇനി കളർ തേങ്ങ പോലെ എടുത്തേക്കാം. ഇനി വേറെ വല്ല ആവശ്യമാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. മാഗി ക്യൂബൊക്കെ ഒന്ന് ഉടച്ച് ചേർത്ത് മസാല ഒന്ന് സെറ്റ് ചെയ്താൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പ് നമ്മൾ നോക്കിയിട്ട് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ മാഗി ക്യൂബിൽ അത്യാവശ്യത്തിലേറെ ഉപ്പുണ്ടാവും. 2 ക്യൂബ് ഇട്ട് കൊടുക്കുമല്ലോ, നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ മസാലയൊക്കെ നല്ലോണം ഇതിനകത്ത് ഇത് തിരുമ്പി പിടിപ്പിക്കാം. തിരുമ്പിയല്ല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ മസാലയും പിടിച്ചിട്ട് നമുക്ക് ഉപ്പുണ്ട് അതിനകത്ത്. ഇനി റൈസിലേക്കും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും കറക്റ്റ് ആയിരിക്കും. അടച്ചു വെക്കാം. ഇതിങ്ങനെ മസാല പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാം. റൈസിലേക്കുള്ള വെള്ളം വെച്ചിട്ട് അതങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് റൈസിലേക്കുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടോ. എനിക്കിപ്പോൾ ബിരിയാണീനെക്കാട്ടിലും പെട്ടെന്ന് എളുപ്പം മന്തി കേട്ടോ. എനിക്ക് നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും അല്ലേ. കുറേ ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റണ്ടേ പിടിക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇവിടെ പിള്ളേർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണീനെക്കാട്ടിലും ഇപ്പോൾ ഇഷ്ടം മന്തിയാണ്. മന്തിയുടെ കൂടെ മയോണൈസും ആ തക്കാളി ചട്നി അവർക്ക് നിർബന്ധമാണ്. പക്ഷെ നമുക്ക് തക്കാളി ചട്നിക്ക് സുർക്കല്ലേ അരയ്ക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് പിന്നെ അത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. നല്ലോണം വെള്ളം ചൂടായിട്ട് തിളച്ച് വരുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി. അത് അവിടെ നിൽക്കട്ടെ.
അരി നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇടാട്ടോ. അത് നമുക്ക് വെള്ളം കത്തിച്ചിട്ട് ഇട്ടാൽ മതി. കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കാം. ഞാൻ കുതിരാൻ വെക്കാണ്ടി ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ, കുതിർത്താണ്ടി ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കേട്ടോ. ഈ സമയം കൊണ്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരി കഴുകി വെച്ചിരിക്കുന്നത് ഇടാം കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഉണക്ക നാരങ്ങയും പിന്നെ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. കുറച്ചധികം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു. പാകത്തിന് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും റൈസും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട് വെള്ളം. അപ്പോഴാണ് കേട്ടോ ഞാൻ റൈസ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമ്മൾ അടച്ച് വെക്കുക. അതിൻ്റെ വേവ് ഒന്ന് കറക്റ്റ് ഒരു 3/4 വേവ് കഴിയുമ്പോഴേക്കും നമുക്ക് ഊറ്റാം. പിന്നെ അതിൽ കുക്കറിലൊന്നും കൂടെ ആവുമല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് വല്ലാണ്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ റൈസ് അല്ല ഞാൻ ഉദ്ദേശിച്ച റൈസ്. എനിക്കൊരു ബ്രൗൺ കളറിലുള്ള റൈസാണ് കേട്ടോ മന്തിയിലേക്ക് ഇഷ്ടം. ഇതൊരു വൈറ്റാണ് കിട്ടിയത് കേട്ടോ. എന്തായാലും വീട്ടിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. എന്താ പേര് നാളൊന്നും അറിയില്ല. 1 കിലോ ലൂസായിട്ട് വാങ്ങിയതല്ലേ കണ്ണൻകുട്ടി കൊടുന്ന. അപ്പോൾ അതൊക്കെ വെന്ത് വന്നപ്പോൾ നമുക്കത് ഊറ്റാൻ വേണ്ടിയിട്ട് ഊറ്റുപാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ചുകൂടെ പച്ചവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ വേവാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. ഒരുപാട് വെന്ത് പോവില്ല. അപ്പോൾ തണുത്ത വെള്ളം അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചാൽ മതി. തലേ ദിവസം ഈ റൈസ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മന്തിക്കും അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചൂടോടുകൂടെ മന്തിക്ക് രസം എങ്ങനെയാണ്, ഫ്രൈഡ് റൈസിന് നമുക്ക് തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. ഇനി നമ്മൾ കുക്കറിൽ നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ചധികം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 വിസിൽ കേട്ടോ. ഒറ്റ വിസിലായാൽ വെന്ത് കിട്ടില്ലേ എന്നുള്ളൊരു ടെൻഷനോട് ഞാൻ 2 വിസിലൊക്കെ ആക്കും. എന്നിട്ട് ആ പ്രഷർ കളയാതെ അങ്ങനെ വെക്കും. അതുപോലെ നമ്മൾ 2 വിസിൽ വന്നപ്പോൾ അതിന്നൊക്കെ പ്രഷറൊക്കെ ഊറ്റി മാറ്റിയിട്ട് കുറച്ച് വെള്ളം മാറ്റി വെച്ചു. അത് കുറച്ച് പീസ് ഞാനൊരു 3-4-5 പീസ് ഇങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിലേക്കുള്ള റൈസേ ഉള്ളൂ. ഇനി രാത്രിക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റൈസ് ഇനി മേടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു നേരത്തിന് തന്നെ ഉണ്ടാവുള്ളൂ, 2 നേരത്തേക്കും കൂടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ റൈസും കൂടെ വെന്ത ആ ചിക്കൻ്റെ മേലെ ഈ റൈസും കൂടെ ഇട്ട് കൊടുത്തു. അമുക്കായിരുന്നു കേട്ടോ റൈസ്. അമുക്കാണ്ട് ഇങ്ങനെ തട്ടിപ്പൊത്താതെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മേലേക്ക് 2-3 പച്ചമുളകും പിന്നെ സ്മോക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിരട്ടക്കനൽ അതും കൂടെ കൂടെ കത്തിയിട്ട് എനിക്ക് പേടിയായി. ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് കെടുത്തി. അയ്യോ. എന്നിട്ട് അതങ്ങോട്ട് അടച്ച് വെച്ചു. ആ സ്മോക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേഗം അടച്ച് വെച്ചിട്ട് അതങ്ങനെ ഒരൊറ്റ വിസിലിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്കിതാ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ അതിൻ്റെ ഉണ്ണി വീഴാണ്ട് നോക്കിയതാണ്. അതിൽ 1 ഉണ്ണി വീണു. ഒരെണ്ണം ഇപ്പോൾ അങ്ങോട്ട് കിടക്കട്ടെ വിചാരിച്ചു. ഒരെണ്ണത്തിൻ്റെ വൈറ്റ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, യെല്ലോ എടുത്തില്ല. എന്നിട്ട് നമ്മൾ എന്താക്കുക വെച്ചാൽ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 2-3-4 കുഞ്ഞ് വെളുത്തുള്ളി, വലുതാണെങ്കിൽ 1 എണ്ണമൊക്കെ മതി കേട്ടോ. ഇത് കുഞ്ഞതായതുകൊണ്ട് ഒരു 3-4 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് നമ്മൾക്ക് പുളിക്കനുസരിച്ചുള്ള നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്, ഒഴിക്കുകയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണത് ഞാൻ എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോഴല്ല ഒന്ന് അടിച്ചതിൻ്റെ ശേഷം. അപ്പോൾ ഇതെല്ലാം കൂടെ അപ്പോൾ ഈ നാരങ്ങ നീരും നമ്മുടെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അല്ലേ, ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് ആദ്യം ഒന്ന് അടിക്കും. ഈ മുട്ടയുടെ വെള്ളം എല്ലാം കൂടെ ഇട്ടിട്ട് എന്നിട്ടാണ് നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ പാകത്തിന് കട്ടിക്കനുസരിച്ച് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊടുത്താൽ മയോണൈസ് റെഡിയായി. ഇനി പുളി കാര്യങ്ങളൊക്കെ ആ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഒരു പിഞ്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവിടെ ഒക്കെ പാടെ അങ്ങോട്ട് തുടച്ച് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. നമുക്കിന്ന് വൈകിട്ട് പൂരത്തിന് പോകാനുള്ളതാണ്. ഇനി വൈകിട്ട് കയറി തൊഴില്ല. അതുകൊണ്ടാണ് കേട്ടോ ചിക്കൻ കഴിച്ചത്. രാവിലെ തൊഴുതുല്ലോ. പിന്നെ പിള്ളേരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നാളേക്ക് വെച്ചാൽ അതങ്ങോട്ട് നീണ്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടാക്കിയേ തീരുള്ളൂ പറയണ്ട. എൻ്റെ നാളല്ല കേട്ടോ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. നാളെ വരുന്നത് അടുത്ത മാസത്തിലാണ്. അപ്പോൾ നാളേക്ക് എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് എനിക്ക് ചോറ് ഇങ്ങനെ നമ്മൾ ചോറ് വാരിത്തരല്ല ഇങ്ങനെ വിളമ്പി തരണത് എനിക്ക് അതെല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് അമ്മേനെ വിളിക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ്. ഒന്നും ഒരു വിഭവ സമ്പ്രദായമായിട്ടൊന്നല്ല, എന്നാലും അന്നേക്ക് അമ്മയുടെ കൈ കൊണ്ട് കിട്ടണത് വലിയ ഒരു സന്തോഷമാണ്. അപ്പം എന്താ ആരോടും പറഞ്ഞിട്ടില്ല, ഇതൊരു പ്ലാനും ഇല്ലാണ്ട് നടന്ന സംഭവമാട്ടോ ഈ മന്തിയും എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കണ്ണൻകുട്ടി എനിക്കൊരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പൈസ ഒരു കൂട്ടിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഷാജേട്ടനൊന്നും ഈ മലാങ്കൂത്ത് അറിഞ്ഞിട്ട് പോലും ഇല്ല തോന്നുന്നു. ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിരുന്നു പൂജിറ്റി, പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ആളും മിണ്ടാണ്ടിയും പറയാണ്ടൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്ക് പിള്ളേരാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ. അവരുണ്ടായതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞു കാര്യങ്ങളായാലും എനിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് അറിയാതെ ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു മിഠായി 50 പൈസയുടെ മിഠായി കിട്ടിയാൽ എനിക്ക് സന്തോഷം കേട്ടോ. ഞാൻ ആ കവറൊക്കെ എടുത്തേക്കാം. അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കേക്കും കൂടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ എനിക്കൊരു ഫ്രണ്ട് ടോപ്പ് അയച്ചെന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇട്ടു കേട്ടോ. അപ്പോൾ ഈ കേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വകയാണ്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുന്നേ അങ്ങോട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അങ്ങോട്ട് ചെയ്യാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ എടുക്കലൊക്കെ ആകുമ്പോഴേക്കും സമയം ഉണ്ടാവില്ല. ഞാൻ ശരണ്യോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പൂരത്തിന്. ഞാൻ വിചാരിച്ചത് 10 ദിവസത്തെ പരിപാടി ഉണ്ടാവുന്ന. എല്ലാ വർഷവും ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ, വൈക്കത്തൂർ ശിവൻ്റെ അമ്പലത്തിൽ 10 ദിവസത്തെ പരിപാടി ഉണ്ടാവും. ഇപ്രാവശ്യം 6 ദിവസമേ ഉള്ളൂ. ഇന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ദിവസം എന്നുള്ളത്. രാവിലെ തൊഴാൻ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പം തന്നെ അവളെ വിളിച്ച് ഞാൻ പറഞ്ഞു, അവളോട് ഞാൻ മുന്നേ പറഞ്ഞിട്ട് നമുക്ക് പൂരത്തിന് പോകണം, കഴിഞ്ഞ പ്രാവശ്യം അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്തായാലും ഒന്ന് വൈകിട്ട് എത്തും. അപ്പം ഞാനിനി വൈകിട്ടത്തേക്ക് നിൽക്കണില്ല, കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടെ തിരക്കായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏതായാലും അങ്ങോട്ട് വീഡിയോ എടുക്കാനും കൂടെ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 ആളും കൂടെ നിന്ന് കേക്ക് മുറിച്ചു. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. ആളും പാളും ഉത്സവവും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഈ 3 ആൾ മാത്രമാണ്. എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമ്മളെ അറിയാറുള്ളൂ കേട്ടോ. ഷാജേട്ടൻ രാവിലെ പോവും, ആളെ പറഞ്ഞിട്ടും കാര്യമില്ല, ആൾക്കാരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മന്തിയൊക്കെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. മയണൈസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നീക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോഴേക്കും നമ്മൾ 1 മണി ആയി കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കും, കുറച്ച് നേരം സംസാരിച്ചിരിക്കും. അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത്. 3 ആളും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിന്ന് ഒരു പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറയാം. ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ദൈവം ഓരോ സമയത്ത് നമുക്ക് ഏകിയിട്ടുണ്ടാവും. കുഞ്ഞതാണെങ്കിലും വലുതാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അത് 2 കൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും എല്ലാം നമ്മൾ ഒരുക്കി നിർത്തുക എന്നുള്ളതാണ്. അത് നല്ലതായാലും ചീത്തയാണെങ്കിലും എന്താണെങ്കിലും അല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു ദിവസം എനിക്ക് തന്നതിന്, ഇന്നത്തെ ഒരു ദിവസം ഇത്രയും നല്ല ഹാപ്പി ആക്കി തന്നതിന് ദൈവത്തിനോടും എല്ലാവരോടും കൂടെയുള്ളവരെല്ലാവരോടും ഒരുപാട് നന്ദി. അതുപോലെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് പറ്റിയത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കാണണേ കൊണ്ടാണല്ലോ. നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഇട്ടിട്ട് എന്നെ ഒരുപാട് ആൾക്കാരൊന്ന് വിഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ അറിയണ എന്നെ കൂടെ അത്രയും നിൽക്കുന്ന ആൾക്കാർ പോലും എന്നെ വിഷ് ചെയ്യാറില്ല കേട്ടോ. വിഷ് ചെയ്തിട്ടില്ല ഇപ്പോൾ കുറച്ചായിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇറക്കം കൊണ്ടായിരിക്കാം. അല്ലാതെ കൂടെ നിൽക്കണവരും ഉണ്ട് കേട്ടോ, അത് ഇല്ല എന്നല്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് കുറേയൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊരു വിഷമവുമില്ല. എന്നെ ചേർത്ത് നിർത്തണേ, എന്നെ സ്നേഹിക്കണേ ഒരു ഫാമിലി ഇപ്പം എനിക്കുണ്ട്. കുഞ്ഞതായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് നന്ദി നിങ്ങളോടാണ് പറയാനുള്ളത് കേട്ടോ. ഒരുപാട് ആൾക്കാർ എന്നെ വിഷ് ചെയ്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിലൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം നമുക്ക് പൂരത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് ഇനി നമ്മുടെ ചീരക്കുട്ടന്മാർക്ക് അങ്ങോട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഒരു 4:45 5 മണി ആവണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെയിലിങ്ങനെ പോകണേ ഉള്ളൂ കേട്ടോ. വല്ലാണ്ട് വൈകുമ്പോഴേക്കും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നേരം വൈകില്ലേ. അപ്പോൾ ഒരു 3-4 5 കൂടെ അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് അങ്ങോട്ട് തിരുമ്പിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലേക്ക് ഇനി ഇത് കൂടില്ല. ഇപ്പം നമ്മൾ ഇന്ന് പോയതും ഇന്ന് മേലെഴുകിയതും ഒക്കെ കൂടെ ആയിട്ട് അങ്ങോട്ട് ഒരുപാടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് അലക്കിയിടാന്ന് കേട്ടോ. ഇതൊരു ചടങ്ങാണ്. 2 നേരം 4 ആളുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ മേലെഴുകലും കുളിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമ്പാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുറേ ചെറുതാണെങ്കിൽ കൂടെ അതിങ്ങനെ കൂടി വരുമ്പോഴേ ബക്കറ്റ് നിറയുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ അതെടുത്തിട്ട് അങ്ങോട്ട് തിരുമ്പിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. പിന്നെ കുളിച്ചിട്ട് നമുക്ക് നേരെ മാറ്റി പോയാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് കേട്ടോ. ഇന്ന് ഇങ്ങനെയൊന്നും ഒരു പ്രതീക്ഷ ഇല്ല. അതുകൊണ്ട് ഞാൻ അമ്മയെ കൂടെ വിളിച്ചില്ല. കേക്കിൻ്റെ ഒന്നൊരു പ്ലാന് നമുക്കറിയില്ലല്ലോ. കേക്കൊന്നും നമ്മൾ വാങ്ങില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അമ്മേനെ വിളിക്കാതെ. ഇങ്ങനെ സർപ്രൈസായിട്ട് നമുക്ക് കിട്ടുമെന്നോ മുറിക്കുന്നൊന്നും നമ്മൾ വിചാരിച്ച കാര്യമല്ല. അതുകൊണ്ട് അമ്മയും വിളിക്കാൻ പറ്റിയില്ല. ഒന്നുമില്ലാണ്ട് എന്താ അപ്പോൾ എല്ലാവരെയും വിളിക്കണമെന്നുള്ള. ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴാന്നേ വിചാരിച്ചുള്ളൂ. അമ്പലത്തിൽ പോയോണ്ട് ഒന്ന് പോരാന്ന് പോലും അറിഞ്ഞു. എന്നിട്ട് 2 ദിവസം മുന്നേക്കെ നമുക്ക് പോയിട്ട് വ്ളോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ആ സമയത്തൊക്കെ ഓരോരോ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റിലെ ദിവസമാണ് തോന്നുന്നു നമ്മൾ ഗുരുവായൂർക്ക് പോയത്. അപ്പോൾ അന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റണ്ടേ, അത് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ഞാൻ വിചാരിച്ചു 9-ാം തീയതി ഇങ്ങനെയല്ലേ, നാളല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ, അപ്പോൾ അന്ന് പോയിട്ട് തൊഴാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നീണ്ടത്. അതിൻ്റെ മുന്നേക്ക് ആണെങ്കിൽ ഒരുപാട് സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരിക്കൽ കൂടി നന്ദി പറയാം. എൻ്റെ ഈ ഒരു നല്ലൊരു ദിവസത്തിൽ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.